അങ്ങനെ തിരൂരെത്തി പൊന്നാനിയിലേക്കാണ് ഇനി യാത്ര. നയനയെ കാണാനായിട്ട്. ഈ കഴിഞ്ഞ 2024 ഡിസംബർ സൈക്കിളിൽ ജനുവരിയിൽ നടന്ന പരീക്ഷയിൽ ഇലക്ട്രോണിക് സയൻസിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് നയന. ഇലക്ട്രോണിക് സയൻസ് വിഷയം എടുത്തിരിക്കുന്ന ചുരുക്കം പേരെങ്കിലും ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുന്നുണ്ടാവും. ഇലക്ട്രോണിക് സയൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പേപ്പർ 1 വിജയമന്ത്രങ്ങളും നയനയുടെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കാം. പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ക്ലാസ്സസ്. അപ്പോൾ പഠിക്കാത്തൊരു സബ്ജക്റ്റ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെയാണ് ആദ്യമായിട്ടൊരു മലയാളം ക്ലാസ് ഞാൻ സാറിൻ്റെ കാണുന്നത്. കോവിഡിൻ്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നോട്ട്ബുക്ക് എനിക്ക് ആ കോഴ്സിന് വേണ്ടിയിട്ടും ഞാൻ സെൽഫായിട്ടുള്ളത് പ്രിപ്പറേഷന് ഒരു നോട്ട്ബുക്കും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇലക്ട്രോണിക് സയൻസിൽ ഒരുപാട് ഏരിയാസ് ഡിഫിക്കൽട്ട് ആണ്. ശരിക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, എല്ലാ വർഷവും റിപ്പീറ്റഡായി ചോദിക്കുന്നത്. അപ്പോൾ ആ ഡിഫിക്കൽട്ടുള്ള ഏരിയാസ് ഞാൻ ഒരു നോട്ട്സ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നയനയോട് ചോദിക്കാം, ഇലക്ട്രോണിക് സയൻസ് പോലെ റെയർ ആയിട്ടുള്ള ഒരു സബ്ജക്ട്. കാര്യം കേരളത്തിൽ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ പേര് എഴുതുന്ന കൊമേഴ്സോ ഇംഗ്ലീഷോ പോലെ അല്ല. ആ സബ്ജക്റ്റിന് നല്ലൊരു കോച്ചിങ് പോലും കിട്ടാനില്ല. എങ്ങനെയാണ് ഈ ഒരു പഠനയാത്ര? എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? നെറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നയനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം നയന. താങ്ക് യു സർ. എൻ്റെ പേര് നയന എന്നാണ്. ഞാനിവിടെ മലപ്പുറം പൊന്നാനിയിലാണ് താമസിക്കുന്നത്. ഞാൻ PG ചെയ്തത് കുസാറ്റിലാണ്, എറണാകുളത്താണ് ഞാൻ PG ചെയ്തത്. PG ചെയ്യുമ്പോൾ തന്നെ ഞാൻ 2 തവണ നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. ഞാൻ കാര്യമായ പ്രിപ്പറേഷൻസ് അപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. PG കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സെൽഫായിട്ടൊന്ന് പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ ആ അറ്റംപ്റ്റും എനിക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാ ഏരിയാസൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇലക്ട്രോണിക് സയൻസിന് കോച്ചിങ് പൊതുവേ കുറവായതുകൊണ്ട് തന്നെ കുറേ അന്വേഷിച്ചു എവിടെ നിന്നാണ് എനിക്കൊരു കോച്ചിങ് കിട്ടുക എന്നുള്ളത്. പിന്നെയാണ് ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള സാറ് കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അതും ക്ലാസ്സസ് ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്നാലും ആ കോഴ്സ് എടുത്തു. എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ കോഴ്സ് എല്ലാ ക്ലാസ്സസും ഞാൻ കണ്ടു. നോട്ട്സൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ 4ാമത്തെ തവണ നെറ്റ് എക്സാം എഴുതുന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് 3 മാർക്കിന് കട്ട് ഓഫിന് മുന്നേ 3 മാർക്കിനാണ് നഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ മെത്തേഡ് ഓഫ് സ്റ്റഡി ഒന്ന് മാറ്റി. ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ എൻ്റേതായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു നോട്ട്ബുക്ക് എനിക്ക് ആ കോഴ്സിന് വേണ്ടിയിട്ടും ഞാൻ സെൽഫായിട്ടുള്ളത് പ്രിപ്പറേഷന് ഒരു നോട്ട്ബുക്കും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി. ഒരു സമയത്ത് മാത്രമല്ല, എനിക്ക് എപ്പോഴൊക്കെയാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴെല്ലാം ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തവണ ക്വാളിഫൈ ചെയ്തത്. അടുത്തതായിട്ട് നയന പേപ്പർ 1 എങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചത്? I+ലും കോച്ചിങ് അതിലായിരുന്നല്ലോ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള പ്രിപ്പറേഷൻ ആസ്പെക്റ്റിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊന്ന് പറയാം. ഞാൻ പേപ്പർ 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ജനറൽ പേപ്പറാണ്, നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ക്ലാസ്സസ്. അപ്പോൾ പഠിക്കാത്തൊരു സബ്ജക്റ്റ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെയാണ് ആദ്യമായിട്ടൊരു മലയാളം ക്ലാസ് ഞാൻ സാറിൻ്റെ കാണുന്നത്. കോവിഡിൻ്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. പക്ഷേ അതിൽ കുറച്ച് ക്ലാസ്സസേ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി അന്വേഷിച്ച് ഞാൻ പോയി. അങ്ങനെ സാറിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെയാണ് കോഴ്സ് I+ൽ ഞാൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് മലയാളത്തിലും കൂടി മദർ ടങ് ആയതുകൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൺവേ ആവുന്നുണ്ട്. പിന്നെ സാറിൻ്റെ ക്ലാസ് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, സന്തോഷം. ഇനി അറിയേണ്ടത്, എനിക്കറിയാം ജോലിയോടൊപ്പം ഒരു ഫുൾ ടൈം അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നെറ്റിന് തയ്യാറെടുപ്പ് നടത്തിയത്. ഫാമിലി ലൈഫും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം കൂടി ജഗിൾ ചെയ്യുന്നത് എങ്ങനെയാ, മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നയന ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ശരിയാണ്. പക്ഷേ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ നെറ്റ് ആയിരുന്നു. അതിനുവേണ്ടി കുറച്ച് കോംപ്രമൈസസ് ഒക്കെ എന്തായാലും വേണ്ടിവരും. എനിക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അത് പ്രിപ്പറേഷൻ തുടങ്ങി എന്നുള്ളതാണ് കാര്യം. നമുക്ക് ചിലപ്പോൾ ചില ഏരിയയിൽ നിന്നാലും നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഒന്ന് മാറി താമസിച്ചു. അപ്പം എനിക്ക് നെറ്റ് കിട്ടി. എത്ര മാസം അതിനായിട്ട് അങ്ങനെ ഒരു താമസിച്ചു പഠിച്ചു? ഫോക്കസ്ഡ് ആയിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ ശ്രമിച്ചിരുന്നു? അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നു. രാവിലെ മോർണിംഗ് പോയി ഈവനിങ് ഞാൻ തിരിച്ചു വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എനിക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റ് പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഏർലി മോർണിംഗ്
ഇത് കണ്ടിന്യൂസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ഏരിയ കവർ എത്ര മാസം ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്? ഒരു ഞാനൊരു 8 month 9 month വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിച്ചു. ഞാൻ സ്റ്റുഡൻസിനോടും എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു 6 monthsന്റെ നല്ല പ്രിപ്പറേഷൻ എങ്കിലും മിനിമം നെറ്റിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഡിഫിക്കൽട്ട് ഏരിയാസ് ഇലക്ട്രോണിക് സയൻസ് ആയാലും പേപ്പർ 1 ആണെങ്കിലും ഏതൊക്കെയായിരുന്നു, അതെങ്ങനെ ടാക്കിൾ ചെയ്തു? ഡിഫിക്കൽട്ട് ഏരിയാസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്സ് ഞാൻ പൊതുവെ വീക്ക് ആയതുകൊണ്ട് എനിക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് സമയം കുറവായിരുന്നു. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് സാർ അതിന്റെ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില്. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇലക്ട്രോണിക് സയൻസിൽ ഒരുപാട് ഏരിയാസ് ഡിഫിക്കൽട്ട് ആണ്. ശരിക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. അപ്പോൾ ആ ഡിഫിക്കൽട്ടുള്ള ഏരിയാസ് ഞാൻ ഒരു നോട്ട്സ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു. ഇലക്ട്രോണിക് സയൻസിലാണെങ്കിലും പൊതുവെ ആണെങ്കിലും ഇനി നെറ്റ് പരീക്ഷ എഴുതുന്ന ഒരുപാട് പേര് നമ്മുടെ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും. അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു 1-2 കീ പോയിന്റുകൾ എന്താണ് നയനയുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞ് ഒന്ന്? നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല, എപ്പോഴും സ്മാർട്ടായിട്ട് പഠിക്കുക. ഒരുപാട് സിലബസ് നോക്കിയിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യണം, പക്ഷേ എന്നാലും അതിൻ്റെ കീ പോയിന്റ്സ് എന്താണ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ആയുള്ള പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കുക, അത് തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, നോട്ട് എഴുത്തും റിപ്പീറ്റേഷനുമാണ് കീ. തീർച്ചയായിട്ടും ഇനിയും JRFലേക്ക് എത്താൻ സാധിക്കട്ടെ. അടുത്തൊരു അറ്റംപ്റ്റില് കരിയറിലും നല്ല രീതിയിൽ ശോഭിക്കാനും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വെളിച്ചമാവാനും നല്ലൊരു മോഡൽ അധ്യാപികയാവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.